നമസ്കാരം, ഞാൻ ഡോക്ടർ വരുൺ നമ്പ്യാർ, നിങ്ങളുടെ സ്വന്തം മാക്സിലോ ഫേഷ്യൽ സർജൻ. എന്നെ കുറിച്ചുള്ള വാർത്തകൾ ഓരോ മീഡിയ ചാനലുകളിലും മാറി മാറി വരികയാണ്. നിങ്ങൾ കരുതണ്ട ഇത് എനിക്കുള്ള പണിയാണെന്നുള്ളത്. ഇത് മറിച്ച് ഓരോ ഡോക്ടർമാരും, ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ ഡോക്ടർമാർക്കുമുള്ള ഒരു വാർണിംഗ് സിഗ്നലാണ്. എത്ര ഡോക്ടർമാർ ഈ രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ ഇടയിൽ എനിക്കറിയാവുന്ന ഒരുപാട് ഡോക്ടേഴ്സിനെ ഇതേപോലെ മീഡിയയിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും പരസ്യപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളെ ഡീഫെയിം ചെയ്യും എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം മുതൽ 35 ലക്ഷം രൂപ വരെ വാങ്ങിച്ച ഒരുപാട് കേസുകൾ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. ഇവരൊക്കെ ഭയപ്പെടുന്നത് എന്താണ്? ഒരു മനുഷ്യായുസ് മൊത്തം രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ പണിയെടുത്തിട്ട് അവസാനം രോഗികളെ ചികിത്സിച്ചിട്ട് അവസാനം 1-2 പേര് ഇങ്ങനെയൊരു ഭീഷണിയുമായിട്ട് വരുന്നു. നമ്മൾ ഉണ്ടാക്കിയ ആ ക്രെഡിബിലിറ്റിയെ കളയാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മീഡിയക്കാർ, ഈ പല മീഡിയക്കാരും വൺ സൈഡഡ് ആയിട്ടാണ്. അവർക്ക് ഡോക്ടർമാർക്ക് കേൾക്കണം തന്നെ താല്പര്യമില്ല. അവർക്ക് കേൾക്കേണ്ടത് നല്ല എരിവും പുലിവും ചേർന്ന പേഷ്യന്റുകൾ അല്ലെങ്കിൽ ഓരോരാളുടെ മീഡിയ വാല്യൂസ് ഉള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാനാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ജെന്യൂൻ ആണോ എന്ന് പോലും അവർ അറിയുന്നില്ല. ഒരു മീഡിയക്കാരാണ് തീരുമാനിക്കുന്നത് ഞാൻ വ്യാജനാണോ അല്ലയോ എന്നുള്ളത്. നമ്മൾ 10 കൊല്ലം പഠിച്ചുണ്ടാക്കിയ ഡിഗ്രിയുടെ വാലിഡിറ്റി പോലും അവരാണ് ചോദ്യം ചെയ്യുന്നത്. എന്തൊരു തമാശയാണെന്ന് നിങ്ങൾ കരുതണം. ഇന്നിപ്പോ ഇവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡോക്ടർമാരും എനിക്കറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, എത്ര ഡോക്ടർമാരുടെ അടുത്ത് പേഷ്യൻസിനെ പേര് പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് ചൂഷണം ചെയ്യുന്നു എന്നുള്ളത്. ഇത് വളരെ വ്യാപകമായി നടക്കാണ്. ഇതിനെതിരെ പ്രതികരിച്ചതിനാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. 15 ലക്ഷം രൂപ ഒരു കൊട്ടേഷൻ, അതായത് ഒരു രോഗിയെ ചികിത്സിച്ചതിന് ശേഷം ഒരു വർഷത്തിനപ്പുറം ആ